നേപ്പാളിൽ സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ തെരുവിൽ അക്രമം അഴിച്ചുവിട്ട യുവാക്കൾ. യൂട്യൂബും ഫേസ്ബുക്കും അടക്കം 26 സോഷ്യൽ മീഡിയ ആപ്പുകളെയാണ് 7 ദിവസത്തേക്ക് സർക്കാർ നിരോധിച്ചത്. ഇതിൽ പ്രകോപിതരായ യുവാക്കളാണ് കാഠ്മണ്ഡുവിൽ പ്രക്ഷോഭത്തിനിറങ്ങിയത്. സംഘർഷത്തിൽ 16 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമരത്തെ തുടർന്ന് പ്രസിഡന്റിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന ശീതൽ നിവാസ് മേഖലയിലടക്കം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ആയിരക്കണക്കിന് യുവാക്കൾ സർക്കാരിനെതിരെ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയത്. ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അടക്കം 26 സോഷ്യൽ മീഡിയ ആപ്പുകളെ സർക്കാർ 7 ദിവസത്തേക്ക് നിരോധിച്ചതിലാണ് യുവാക്കൾ സംഘം ചേർന്ന് സമരത്തിനിറങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾക്കും പരസ്യങ്ങൾക്കും നിയന്ത്രണം വേണമെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളോട് നേപ്പാളിലെ വാർത്താവിനിമയ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ടിക്ടോക്ക്, നിംബൂസ് തുടങ്ങിയ ആപ്പുകൾ ഇപ്രകാരം രജിസ്റ്റർ ചെയ്തു. ടെലിഗ്രാം രജിസ്ട്രേഷൻ ഘട്ടത്തിലാണ്. രജിസ്റ്റർ ചെയ്യാത്ത സമൂഹ മാധ്യമങ്ങളെ 7 ദിവസത്തേക്ക് നിരോധിക്കാൻ ക്യാബിനറ്റ് തീരുമാനമെടുക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നിരോധനം നിലവിൽ വന്നു. ഇതാണ് രാജ്യത്തെ യുവാക്കളെ ചൊടിപ്പിച്ചത്. നേപ്പാൾ പതാകയേന്തിയ യുവാക്കൾ ദേശീയഗാനം ചൊല്ലിയാണ് സമരം ആരംഭിച്ചത്. രാജ്യത്ത് വൻ അഴിമതി നടക്കുകയാണെന്നും അത് മറയ്ക്കാനാണ് സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചതെന്നും സമരക്കാർ ആരോപിക്കുന്നു. സമരം അക്രമാസക്തമായതോടെ പോലീസ് ഇടപെട്ടു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് പ്രസിഡന്റിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന ശീതൽ നിവാസ് അടക്കം കാഠ്മണ്ഡുവിന്റെ പ്രധാന ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ജെറുസലേമിൽ വെടിവെപ്പ്. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. 2 അക്രമികളെയും വധിച്ചതായി ഇസ്രായേലി പോലീസ് പറയുന്നു. ജൂതന്മാർ കൂട്ടമായി താമസിക്കുന്ന റാമോട്ട് എന്ന പ്രദേശത്താണ് അക്രമമുണ്ടായത്. ബസ് സ്റ്റോപ്പിൽ നിന്നവർക്ക് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ബസ്സിനുള്ളിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് 2 അക്രമികളെയും വെടിവെച്ച് കൊലപ്പെടുത്തി. അക്രമികൾ പലസ്തീൻ സ്വദേശികളാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെയും രാമള്ളയിലെയും പലസ്തീൻ ഗ്രാമങ്ങൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞു. ഇതിനിടെ ആക്രമണത്തെ അഭിനന്ദിച്ച് ഹമാസ് രംഗത്തെത്തി. 2 വർഷമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ 70,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.